ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. നല്ല മണവും രുചിയുള്ള ഈ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം 5 കപ്പ് പാല്, അതായത് ഒരു 3/4 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പച്ചരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് അടിച്ചാൽ മാത്രം മതി. നമ്മൾ പൊടിയരി കഞ്ഞിക്കൊക്കെ എടുക്കുന്ന പോലെ പാല് ചൂടായ ശേഷം അരി ഇട്ട് കൊടുത്തു. അരി വേവുന്ന സമയത്ത് 2 ക്യാരറ്റ്, മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തു. അത് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പാൽ തിളച്ച് വരുമ്പോഴത്തേക്കും അതിൽ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യും ഈ ഏലക്കപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ പാലിനും അരിക്കൊക്കെ ആ മണം, നല്ല മണവും രുചിയും കൂടും. ഇപ്പോൾ അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഈ അരച്ച് വെച്ച ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തീ കുറച്ച് വെച്ചിട്ടുണ്ടാവണം. തീ കൂട്ടി വെച്ച് തിളപ്പിക്കരുത്, ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം തീ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് പോലും എടുക്കണ്ട, കാരണം നമ്മൾ ക്യാരറ്റ് വേവിച്ച് അരച്ചെടുത്തതാണ്. അപ്പോൾ ഒന്ന് ചൂടായ ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് കഷ്ണമാക്കി ഞാൻ മിക്സിയിൽ തന്നെ ഇട്ട് ഒന്ന് തരിതരയായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് അരയരുത്. ഒരു ചീൻചട്ടിയിൽ നെയ്യ് ഒഴിച്ച് അതിലാദ്യം കാഷ്യൂ നട്ട് ഇട്ട് വറുത്ത് മാറ്റി വെച്ചു. ആ നെയ്യിൽ തന്നെ ക്യാരറ്റ് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റി അതിലുള്ള പഞ്ചസാരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല പിരിപിരിയായിട്ട്, അത് തരിതരിപ്പായിട്ട് ഇരിക്കണം. കുഴഞ്ഞിരിക്കാതെ അത് നല്ല തരിതരിപ്പായിട്ട് ഇരിക്കണം. ഈ പരുവത്തിൽ ഇരിക്കണം. എന്നിട്ട് ഇത് തണുത്ത ശേഷം പായസത്തിലോട്ട് കാഷ്യൂ നട്ടും വഴറ്റിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ അരിയും ക്യാരറ്റും കൂടെ ചേർന്ന് പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ശർക്കര പായസത്തിൻ്റെ കൂടെ ഇതും കൂടെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.